ജന്തർ മന്ദിറിൽ ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിന് മുൻപിൽ JP നദ്ദയ്ക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഒരു തീരുമാനം സർക്കാർ വളരെ വേഗത്തിൽ അറിയിക്കണം എന്ന ആവശ്യമാണ് ഇവിടെ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതായത് 3 ആവശ്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് മുൻപിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി ആ ചർച്ചയിൽ മുൻപോട്ട് വെച്ചിരുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. മറ്റൊന്ന്, ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ ഉറപ്പാക്കണം, നഷ്ടപരിഹാരം നൽകണം. ഈ സമരവേദിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം. ഈ 3 ആവശ്യങ്ങളാണ് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും മുൻപോട്ട് വെച്ചത്. ഇത് അതിവേഗം ആ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുള്ളിൽ സമരം ശക്തമാക്കും എന്ന കാര്യം കൂടിയും ഈ കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നു. ഇവിടേക്ക് ഈ ഒരു ജന്തർ മന്ദിർ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. अब ये जो प्रोटेस्ट चल रहा है कैसा देख रहे हैं? सर अभी तो अच्छा चल रहा है, बाकी देखते हैं कि जो गवर्नमेंट बोल रहा है अभी डिस्कशन के लिए तैयार है. सर डिस्कशन तो क्या होगा, इसमें कुछ भी डिस्कशन नहीं होगा. डिस्कशन कर लेंगे, बात कर लेंगे, बाद में अपनी ज़बान से मुकर जाएंगे कि नहीं हमने तो ये बोला ही नहीं था. और अगर बोलने भी लगे, करने भी लगे तो सर आपको पता है कि कई साल लग जाएंगे, काफ़ी टाइम हो जाएगा, तब जाकर ये बदलेगा. तो हमें इमिडिएटली एक ये जो अभी आपका पहला डिमांड क्या है? जी पहला वाला डिमांड सर डिमांड ये है, बच्चों को इंसाफ मिलना चाहिए. उनकी जगह पे मैं भी हो सकता था, आप भी हो सकते थे, कोई भी हो सकता था. हम तो इंसाफ के लिए लड़ रहे हैं, हमें इंसाफ चाहिए. ഈ ചർച്ചകളിലെ കാര്യമില്ല എന്നും അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ഭാവി ഉറപ്പാക്കുന്നതിനുള്ള നടപടി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഇവ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ശക്തമാക്കുന്നത്. വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ, യുവാക്കളെല്ലാം തന്നെ ജന്തർ മന്ദിറിലേക്ക് എത്തുകയാണ്. കൂടുതൽ സമരത്തിന് വലിയ പ്രാതിനിധ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് കൂടി തയ്യാറാവുകയാണ്. ഈ സമരം അവസാനിപ്പിക്കുന്നതിന് ഏത് രീതിയിൽ ചർച്ച നടത്തണമെന്ന് സർക്കാർ ആലോചിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വഴങ്ങില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും BJPയും രാഷ്ട്രീയപരമായി എടുത്തിട്ടുള്ള നിലപാട്. ഈ ഒരു സമരത്തിന്റെ സമ്മർദ്ദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വേണ്ട എന്ന തീരുമാനം ഇതിനോടകം തന്നെ സർക്കാരും BJP രാഷ്ട്രീയപരമായും കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമരം ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്നുള്ളത് ഏറെ നിർണായകമാകും. ജൂലൈ 20 ഈ മാസം 20 നടത്തിയിട്ടുള്ള പാർലമെന്റ് മാർച്ച് വലിയ അക്രമാസക്തമായിരുന്നു, വലിയ അക്രമത്തിലേക്ക് കലാശിച്ചിരുന്നു. ഈ ജന്തർ മന്ദിറിന് പുറത്ത് പോലീസ് കെട്ടിയ ബാരിക്കേഡ് തകർത്തുകൊണ്ട് പാർലമെന്റിന് അടുത്തേക്ക് സമരക്കാരെത്തിയതോടുകൂടി സമരത്തെ അതിശക്തമായാണ് പോലീസ് നേരിട്ടത്. ലാത്തിചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. എന്നാൽ തിരിച്ച് സമരക്കാർ കുപ്പിയും കല്ലും കൊണ്ട് പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. അതിന്മേലുള്ള നടപടി ഇപ്പോൾ പോലീസ് ശക്തമാക്കുകയാണ്. നിരവധി സമരക്കാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ എടുത്തിട്ടുണ്ട്. ആ കേസ് അതിശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകും. ശക്തമായ നടപടി ഈ പൊതുമുതൽ നശിപ്പിച്ച സമരക്കാർക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഡൽഹി പോലീസ് നടത്തിയത്. എന്നാൽ ഇവിടെ സമരക്കാർ ആവശ്യപ്പെടുന്നത് ആ സമരവുമായി ബന്ധപ്പെട്ട് 20-ാം തീയതിയിലെ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വിട്ടയക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് നിലവിൽ സമരക്കാർ ഉന്നയിക്കുന്നത്. എന്നാലും ജന്തർ മന്ദിറിൽ പാറ്റകളുടെ സമരം പുരോഗമിക്കുകയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ജന്തർ മന്ദിറിലേക്ക് എത്തുന്നുണ്ട്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.